ഉള്ള സേക്രഡ് കോൺഗ്രിഗേഷൻ എന്ന് പറയും. ആ സേക്രഡ് കോൺഗ്രിഗേഷന്റെ സെക്രട്ടറി ആയി അന്ന് പ്രവർത്തിച്ചിരുന്ന മോൺസിഞ്ഞോർ ആർച്ച് ബിഷപ്പ് കാർഡിനൽ വിൻസെൻസ് ഓഫ് അജിയോളോ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് മദറിന്റെ ഏറ്റവും അടുത്ത ബന്ധത്തിലായിരുന്ന ഒരു കാർഡിനലായിരുന്നു. അതുകൊണ്ട് ഏത് സമയത്തും റോമിൽ കടന്നു ചെന്ന് ഈ സന്യാസഭയ്ക്ക് വേണ്ടി എന്തൊരു കാര്യവും യാതൊരു ആനുകൂല്യവും ചോദിക്കുവാൻ ഈ സഭയ്ക്ക്, സെന്റ് ആൻ സഭയ്ക്ക് ഈ മദർ മുഖാന്തരം അന്ന് അവസരമുണ്ടായിരുന്നു. മറ്റുള്ളവർ റോമിലേക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ഈ ബിഷപ്പിനെ കാണുവാൻ പോലും സാധിക്കുകയില്ല. പക്ഷെ ഞാൻ ഈ മദറിന്റെ കൂടെ 7 പ്രാവശ്യം വിസിറ്റിനായിട്ട് റോമിലേക്ക് പോകുകയും ആ കാർഡിനലിനെ കാണുവാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. ചെല്ലുമ്പോഴൊക്കെ കാർഡിനൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ലിമ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ലിമ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഞാൻ എന്ത് ചെയ്യണം? ഈ കാർഡിനെടുത്ത അപ്പോയിന്റ്മെന്റിന് വേണ്ടി പല മദർ ജനറൽമാർക്ക്, പല ഒരുപക്ഷെ അച്ഛന്മാർ, പല ബിഷപ്പുമാർ ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി കാത്തു നിൽക്കുകയാകും. അത്രയും നല്ല അവസരങ്ങൾ റോമാപുരിയിലും കത്തോലിക്ക സഭയിലും മദറിനുണ്ടായിരുന്നു. മദറിന്റെ സെക്രട്ടറി ആയതുകൊണ്ട് എനിക്കും അതിലൊരു പങ്ക് ലഭിച്ചിരുന്നു. അങ്ങനെ 12 കൊല്ലം പല പ്രാവശ്യം ഞങ്ങൾ റോമ, ഇന്നും ഇറ്റലിയിലുള്ള പല കോൺവെന്റ്സ്, ഇറ്റലിയിലെ 10 കോൺവെന്റുകൾ മദർ സ്ഥാപിക്കുകയുണ്ടായി. അത് ആ ദിവസങ്ങളിൽ യൂറോപ്പിലുള്ള പല നാടുകളിലേക്ക്, ഫ്രാൻസ്, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ബെനിലെക്സ്, ഈ നാടുകളിലേക്കെല്ലാം ഞങ്ങൾ കടന്നു ചെല്ലുകയുണ്ടായി. അന്ന് കത്തോലിക്ക സഭയിൽ വളരെ വൈരാഗ്യവും ഭക്തിയുമുള്ള ഒരു സിസ്റ്റേഴ്സ് ആയിരുന്നുകൊണ്ട്, അത് ഭാരവാഹികളായിരുന്നു കൊണ്ട് ഫ്രാൻസിലുള്ള ലൂർദ് എന്നൊരു സ്ഥലമുണ്ട്, നിങ്ങൾ കേട്ട് കാണും. ലൂർദ് മാതാവിന്റെ ഒറിജിനൽ പള്ളി. അവിടെ ഞങ്ങൾ 7 പ്രാവശ്യം ഒരു നേർച്ചയായിട്ട് പോകുകയുണ്ടായി. ഓരോ കൊല്ലവും അവിടെ നേർച്ചയായിട്ട് പോകാറുണ്ട്. അവിടെ ഭയങ്കര കുളിരുള്ള ഒരു പ്രദേശമാണത്. പക്ഷെ ഒരു നേർച്ച പോലെ ഞങ്ങൾ അവിടെ കടന്നു ചെന്ന് ആ ലൂർദ് മാതാവിന്റെ ഒരു തീർത്ഥം എന്ന് പറയും, ഒരു പുണ്യ തീർത്ഥം, ഒരു നീരൂറ്റ്, ഒരു ചെറിയ ഒരു അരുവി അവിടെ ഉണ്ടായി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു തീർത്ഥമാണെന്ന് വിശ്വസിച്ച് അവിടെ നിന്ന് ആ പുണ്യ തീർത്ഥം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഞങ്ങളും ഒരു ക്യാനിൽ 10 ലിറ്റർ കൊള്ളുന്ന ഒരു ക്യാനിൽ, നിങ്ങൾക്കറിയാം പ്ലെയിനിൽ വരുമ്പോഴാണ് 20 കിലോ കൊണ്ടുവരാനേ സാധിക്കുകയുള്ളൂ. അതിൽ 10 ലിറ്റർ ഈ വെള്ളം ഞങ്ങളുടെ ലഗേജിന്റെ വലിയൊരു ഭാഗമാകും. എല്ലാ കൊല്ലവും 10 ലിറ്ററുള്ള ഒരു ക്യാൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് അധികം അതിൽ വെള്ളം കലർന്ന് ഞങ്ങൾ ഓരോ കോൺവെന്റുകളിലേക്കും, കോൺവെന്റിലുള്ള ഓരോ സിസ്റ്ററിനും ഓരോ മാതാവിന്റെ രൂപത്തിലുള്ള ആ വെള്ളം കലർന്ന് കൊടുക്കുന്നത് ഞങ്ങളുടെ ഒരു നിത്യ പരിപാടിയായിരുന്നു. മാത്രമല്ല ലൂർദിലേക്ക് പോകുന്നതിന് മുമ്പ് മദറിന് ഒരു ശീലമുണ്ട്, ഓരോ പ്രാവശ്യവും കാർ എടുത്തുകൊണ്ട്, മദറിന്റെ ഉപയോഗത്തിന് ഒരു കാർ സ്വന്തമായിട്ട് കൊടുത്തിരുന്നു കോൺവെന്റിൽ നിന്ന്. ഓരോ പ്രാവശ്യവും വേളാങ്കണ്ണിയിൽ പോയിട്ട് വന്നിട്ടേ പ്ലെയിനിൽ കയറുകയുള്ളൂ. പോയി തിരിച്ചു വന്ന ഉടനെ വേളാങ്കണ്ണിയിൽ നന്ദി പറയുവാനായിട്ട് മാതാവിന്റെ അടുത്ത് പോയിട്ട് വരും. ഇത്രയും വൈരാഗ്യമുള്ള ഒരു സാധാരണ സിസ്റ്റേഴ്സ് ആയിരുന്നില്ല ഞങ്ങള്. വൈരാഗ്യമുള്ള, കത്തോലിക്ക സഭ തെറ്റിപ്പോയാലും സഭയെ നേരെ കൊണ്ടുവരാനുള്ള കടമ പോലും ഏറ്റെടുത്തുകൊണ്ട് ആ സഭയ്ക്ക് വേണ്ടി തന്നെ നിലനിന്നുകൊണ്ട് ജീവിച്ച 2 സിസ്റ്റേഴ്സാണ് ഞങ്ങൾ. ഇറ്റലിയിലെ പാദുവ എന്ന ഒരു സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലും കത്തോലിക്ക സഭയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടോ നിങ്ങൾക്കറിയാം. പാദുവയിലെ അന്തോണീസ് പുണ്യവാളൻ കേട്ടിട്ടുണ്ടോ? അന്തോണീസ് പുണ്യവാളന്റെ പുണ്യസ്ഥലം പാദുവായിലുണ്ട്. അവിടെ ഞാൻ പോകുക മാത്രമല്ല, ഞങ്ങൾ 2 പേരും അവിടെയും ഓരോ കൊല്ലവും പോകാറുണ്ടായിരുന്നു. കാരണം അതിന്റെ അടുത്ത് ഞങ്ങൾ ഒരു കോൺവെന്റ് തുടങ്ങിയുണ്ടായി. ആ കോൺവെന്റ് തുടങ്ങുക, അവരോട് കോൺട്രാക്ട് എഴുതുക, അവിടെ സിസ്റ്റേഴ്സിനെ കൊണ്ടുപോയി വിടുക, അവർക്ക് വിസ എടുത്തു കൊടുക്കുക, സിസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഈ ജോലികളൊക്കെ എനിക്കായിരുന്നു. ഞാൻ 3 കൊല്ലം മദറിന്റെ സെക്രട്ടറി ആയിരുന്നു. മാത്രമല്ല അത് കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞ് ഞങ്ങളുടെ ജനറൽ ചാപ്റ്റർ എന്ന് പറയും, ആ ചാപ്റ്റർ നടന്നപ്പോൾ എന്നെ സഭയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് സിസ്റ്റേഴ്സ് എല്ലാവരും ചേർന്ന സഭ തന്നെ നിയോഗിക്കുകയുണ്ടായി. അതുകൊണ്ട് സഭയിലുള്ള എല്ലാ ഔദ്യോഗികമായ എഴുത്തുകുത്തുകളും, എല്ലാ കമ്മ്യൂണിക്കേഷൻസും, എല്ലാ ഫയലുകളും, എല്ലാ രജിസ്റ്ററുകളും എന്റെ ഉത്തരവാദിത്വത്തിലായിരുന്നു. ദൈവമക്കളെ, ഇത്രമാത്രം ഞങ്ങൾ ഭക്തി നിർഭരമായ ഒരു ജീവിതം ഞങ്ങൾ ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ ചാപ്പലിൽ, ജനറലേറ്റിന്റെ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ആൻ ഓഫ് തിരുച്ചിറപ്പള്ളി ജനറലേറ്റിലുള്ള ചാപ്പലിൽ ഞങ്ങൾക്ക് എന്നും പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്കറിയാം, കോൺവെന്റിൽ രാവിലെ പ്രാർത്ഥന, ഉച്ചയ്ക്ക് പ്രാർത്ഥന, മുற்பകൽ, പിற்பകൽ, മാലൈ ജപം, ഇരവ് ജപം, കാലൈ ജപം, തിരുപ്പലി പൂസൈ,
இப்படி அநேக ஜபங்கள் உண்டு. ஒவ்வொரு வருஷமும் தியானம் உண்டு. ഓരോ മാസം ഒരു ഫുൾ ഡേ ഞങ്ങൾക്ക് ധ്യാനം, ആത്മശോധന, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഞങ്ങൾ സിസ്റ്റേഴ്സിനെ പഠിപ്പിക്കുകയും ഞാൻ ഒരു കൊല്ലം മുഴുവൻ ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. ബാച്ച് ബാച്ചായിട്ട് ധ്യാനിപ്പിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായിക്കില്ലെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ സഭാ നിയമങ്ങൾ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം വെച്ചാണ് ധ്യാനം കൊടുക്കുക. അതിൽ ബൈബിളിൽ നിന്നുള്ള ചില ഭാഗങ്ങളുമുണ്ട്. അങ്ങനെ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ പള്ളിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്റെ കാതിൽ ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. അതിപ്രകാരമായിരുന്നു, ഹു ഡു യു സെർവ്? നീ ആരെയാണ് സേവിക്കുന്നത്? നിന്റെ സഭയെയാണോ? നിന്റെ സഭാ തലവിയെയാണോ? എന്നെയാണോ? ഈ ചോദ്യം എന്നെ കുലുക്കി. കാരണം 13 കൊല്ലം സഭയുടെ നിർവാഹത്തിൽ വലിയൊരു ഉത്തരവാദിത്വത്തിൽ വളരെ വിശ്വസ്തമായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഞാൻ ചെയ്ത ഈ സേവനമൊന്നും ദൈവത്തിനല്ലായിരുന്നു എന്ന് ദൈവം എന്നോട് നേരിട്ട് ഇടപെട്ട് സംസാരിക്കുകയായിരുന്നു. എന്റെ ജീവിതം ആകെ തകർന്നുപോയതുപോലെ എനിക്ക് തോന്നി. 13 കൊല്ലത്തെ എന്റെ ബുദ്ധി, എന്റെ അറിവ്, എന്റെ സേവനം, എന്റെ ജീവിതം വ്യർത്ഥമായോ? ഞാൻ വീട് വിട്ടു വന്നത്, ഞാൻ ചെയ്ത സേവനം, എന്റെ പഠിത്തം, എന്റെ അറിവ്, ഇതെല്ലാം ഒന്നുമില്ലാതെയായോ? ദൈവമേ, ഞാൻ എന്ത് ചെയ്യേണ്ടു? ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് മറുപടി ലഭിച്ചില്ല. ഞാൻ ആരോട് പോയി ചോദിക്കും? സഭയിൽ ആരോടും എനിക്ക് ചോദിക്കുവാൻ ധൈര്യമുണ്ടായില്ല. കാരണം സഭയിലുള്ള എന്റെ ജീവിതം മുഴുവൻ തന്നെ പൂജ്യമായിരുന്നു എന്നാണ് ദൈവം എന്നോട് പറഞ്ഞത്. എവിടെ ചെന്ന് ആരോട് ചെന്ന് അന്വേഷിക്കും? ഇന്ന് കോൺവെന്റിൽ ഉള്ളതുപോലെ ഇന്നൊക്കെ കുറെ കരിസ്മാറ്റിക് പ്രാർത്ഥനകൾ പുറത്ത് തോന്നിയാൽ അനുവാദം കിട്ടി പോലും ചില പ്രാർത്ഥനകൾ സംബന്ധിക്കുവാനും ചില കാസറ്റ്സ് അല്ലെങ്കിൽ ഓഡിയോ കാസറ്റ് സീഡിയോ കേൾക്കുവാനും കാണുവാനും ഒക്കെ ഉള്ള അനുവാദമൊക്കെ ഇന്നുണ്ട്. അന്ന് അങ്ങനെയുള്ള അനുവാദങ്ങൾ ഇല്ല. മാത്രമല്ല, ഞാനൊരു ഉത്തരവാദിത്തത്തിലായിരുന്നുകൊണ്ട് സഭയുടെ നിയമത്തിന് തെറ്റായിട്ടുള്ള വിരുദ്ധമായിട്ടുള്ള യാതൊന്നും ചെയ്യാൻ ഞാൻ ധൈര്യപ്പെടുമായിരുന്നില്ല. ഇങ്ങനെ കുഴഞ്ഞ ഒരു മനസ്ഥിതിയിൽ, യാതൊരു സന്തോഷവും സമാധാനമില്ലാത്ത ഒരു മനസ്ഥിതിയിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ദൈവദൂതനെ പോലെ ഒരു വ്യക്തി എന്റെ ജീവിതത്തിലേക്ക് അയക്കുകയുണ്ടായി. അത് വേറെ ആരുമല്ല, ഞങ്ങളുടെ കോൺവെന്റിലെ കെട്ടിടം പണിയുവാൻ ഉത്തരവാദിത്തം ഏറ്റിരുന്ന ഒരു എഞ്ചിനീയർ. ദൈവം എങ്ങനെയൊക്കെ അത്ഭുതാവഹമായ രീതികളിൽ മനുഷ്യരെ കണ്ടുമുട്ടുന്നു എന്ന് ആലോചിക്കുമ്പോൾ എന്റെ ഹൃദയം ഇന്ന് സന്തോഷത്താൽ നിറയുകയാണ്. കാരണം ഈ എഞ്ചിനീയർ അല്ലാതെ വേറെ ഒരൊറ്റ പുരുഷനും കോൺവെന്റിനകത്ത് കാലുകുത്തുവാൻ അനുവാദമില്ല. ഞങ്ങളുടെ കോൺവെന്റിനകത്ത് കെട്ടിടങ്ങളോ അല്ലെങ്കിൽ ജോലികളോ എന്തെങ്കിലും അകത്തുണ്ടെങ്കിൽ ഈ എഞ്ചിനീയർ മാത്രമേ അകത്ത് വരാറുള്ളൂ. അങ്ങേരോട് ദൈവം ഇടപെട്ടു. എന്റെ മനസ്സിന്റെ വേദന ദൈവം കണ്ടു. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഒരു ദിവസം ആ വ്യക്തി എന്നോട് പറയുകയുണ്ടായി, സിസ്റ്റർ ആഞ്ചലിക്ക, ദയവായിട്ട് എനിക്ക് സിസ്റ്ററിനോട് 10 മിനിറ്റ് സംസാരിക്കണം. ആ എഞ്ചിനീയർ ഞാൻ എന്നും കാണുന്ന വ്യക്തിയാണ്. മദർ ഞങ്ങളുടെ കോൺവെന്റ് മിക്കവാറും എല്ലാ കെട്ടിടങ്ങളും പുതുക്കി പണിയുകയും പുതിയ പുതിയ കെട്ടിടങ്ങൾ പണിയും നല്ലൊരു ആർക്കിടെക്റ്റും ഡിസൈനറും കൂടിയാണ് മദർ. നോക്കിയാൽ ഈ കന്യാകുമാരി ജില്ലയില് ഞങ്ങളുടെ 10-12 കോൺവെന്റുകളുണ്ട്. എല്ലാം തന്നെ പുതുക്കി പണിയുന്ന മദറിന്റെ കാലത്തായിരുന്നു. എല്ലാ ഡിസൈനുകളും എല്ലാ പ്ലാനുകളും വരയ്ക്കുന്ന വ്യക്തി, കെട്ടിടം പണിയുന്ന വ്യക്തി, കാശ് വാങ്ങിക്കുക, ബില്ല് കൊടുക്കുക, എല്ലാവരും എന്ന് ചെയ്യുന്ന പരിപാടി. ഞാൻ കൂടെ ചിലപ്പോഴുണ്ടായിരിക്കും. അത് മാത്രമേ എനിക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധമുള്ളൂ. ഞാൻ വിചാരിച്ചു അവിടെ കുടുംബത്തിലുള്ള ഏതോ കാര്യങ്ങൾ പറയുവാനായിട്ട്, വീട്ടിലേതോ പ്രാർത്ഥന ആവശ്യമുണ്ട്, അതിനുവേണ്ടി എന്നോട് അങ്ങനെ അപ്പോയിന്റ്മെന്റ് വാങ്ങിക്കുകയാണെന്ന്. ശങ്കരൻ എന്റെ മുമ്പിൽ അന്ന് വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം. സിസ്റ്ററിനെ പറയുവാനായിട്ട്, സിസ്റ്ററിനെ തരുവാനായിട്ട് എനിക്കൊരു സന്ദേശമുണ്ട്. ഞങ്ങൾ ഒരു പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പിലാണ്, ഒരു കത്തോലിക്ക കരിസ്മാറ്റിക് ഗ്രൂപ്പിലാണെന്നാണ് ആ വ്യക്തി എന്ന് പറഞ്ഞത്. ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ 5 പേരുണ്ട്. ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും. അപ്പോഴൊക്കെ കത്തോലിക്ക സഭയിലെ കരിസ്മാറ്റിക് പ്രാർത്ഥനകൾ പയ്യെ വന്നു തുടങ്ങി. അങ്ങനെയുള്ള ഗ്രൂപ്പാണെന്ന് ഞാൻ ഓർത്തു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 മാസം മുമ്പ് ദൈവം ഞങ്ങളോട് ഇടപെട്ട് ഒരു കാര്യം പറയുകയുണ്ടായി. സിസ്റ്റർ ആഞ്ചലിക്ക എന്നൊരു വ്യക്തിയെ ഞാൻ എന്റെ ജോലിക്കായിട്ട് നിയമിച്ചിരിക്കുന്നു. നിങ്ങൾ ആ സിസ്റ്ററിനെ കണ്ട ഈ കാര്യം അവളോട് പറയുക. 2 മാസമായിട്ട്
ഈ വ്യക്തി ആരാണെന്ന് ഞങ്ങൾ തിരയുകയായിരുന്നു. കാരണം ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ലീഡർ വേറൊരു ബ്രദറാണ്. ഞാൻ ആ ബ്രദറിനോട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറയുകയുണ്ടായി, ഈ പേരുള്ള ഒരു സിസ്റ്ററിനെ എനിക്കറിയാം, അവരൊരു കന്യാസ്ത്രീയാണ്,